കുട്ടികളോട് ഇടപെടുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളെ മുമ്പിലുള്ളത് ശിക്ഷണത്തിൽ വളർത്തണോ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്ത് വളർത്തണോ എന്നുള്ളതാണ്. ശിക്ഷ കൊടുത്ത് വളർത്തിയ രക്ഷാകർത്താവാണോ, അല്ലെങ്കിൽ ശിക്ഷ കൊടുത്ത് അല്ലെങ്കിൽ ശിക്ഷ ലഭിച്ചു വളർന്ന രക്ഷാകർത്താവാണോ നിങ്ങൾ? ആ ശിക്ഷ കിട്ടിയത് കൊണ്ട് നിങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കാറുണ്ടോ? ശിക്ഷ കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ ദേഷ്യം തീരുകയാണോ ചെയ്യുന്നത്, അതല്ല ഒരു തിരുത്തൽ അവിടെ നടക്കുന്നുണ്ടോ? ഇത് ഒരു ആത്മപരിശോധന നടത്തണം. പലപ്പോഴും നമ്മളുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മളുടെ സങ്കടം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വികാരം അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് പലപ്പോഴും ശിക്ഷ എന്ന് പറയുന്നത്. അതിനകത്തു നിന്ന് ഈ കുട്ടി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് അതല്ല. ശിക്ഷണം എന്ന് പറയുന്നത് അതിനൊരു നെഗറ്റീവായിട്ടുള്ള അർത്ഥമില്ല. ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു പഠനം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ആ പഠനം നടത്തുന്നതിലൂടെ വളരെ പോസിറ്റീവായ ചില റീഇൻഫോഴ്സ്മെൻറ്റുകൾ ഉണ്ടാകുന്നു. തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വളരെ ദേഷ്യം പിടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും ദേഷ്യമാണ്. ആ ദേഷ്യം മാറ്റാൻ അച്ഛൻ ഒരു കാര്യം ചെയ്തു. ഒരു ദിവസം കുറേ ആണിയും ഒരു ചുറ്റിയെയും കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്കിനി ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ചുമരിൽ പോയി ആണികൾ അടിച്ചു കയറ്റുക, ദേഷ്യം തീരുന്നത് വരെ അടിച്ചു കയറ്റുക. കുട്ടി ഈ ആണി വാങ്ങിച്ച് ദേഷ്യം വരുമ്പോഴൊക്കെ ഓരോ ആണികളായി, 2 ആണികളായി, 3 ആണികളായി അടിച്ചു കയറ്റാൻ തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആണികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അടിക്കുന്ന ആണികളുടെ എണ്ണവും കുറഞ്ഞു. ഒരു ദിവസം ആദ്യഘട്ടത്തിൽ 5 or 6 ആണി അടിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് 1 ആയി, ചില ദിവസങ്ങളിൽ തീരെ ഇല്ലാതെയായി. ഒരു ഘട്ടം എത്തിയപ്പോൾ കുറേ കാലം ആണി അടിക്കാത്ത ദിവസങ്ങൾ വന്നപ്പോൾ ഇവൻ ബാക്കി ആണിയും ചുറ്റിയും എടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ ദേഷ്യമൊക്കെ മാറി, അതുകൊണ്ട് ഇനി ആണിയൊക്കെ തിരിച്ചെടുക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നീ അടിച്ച ആണിയൊക്കെ കൈകൊണ്ട് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി ആണി മുഴുവൻ ഓരോന്നോരോന്നായി പിഴുതെറിയാൻ തുടങ്ങി. മുഴുവൻ ആണിയും പൊരിച്ചെടുത്തതിന് ശേഷം വിജയശ്രീ ലാളിതനായി അച്ഛൻ്റെ അടുത്ത് ബാക്കി ആണികളൊക്കെ കൊണ്ടുകൊടുത്തു. അപ്പോൾ അച്ഛൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ഇപ്പോൾ ദേഷ്യമുണ്ടോ? ഇല്ല, എൻ്റെ ദേഷ്യമൊക്കെ മാറി. പിന്നീട് ചുമരിൽ നോക്കി അച്ഛൻ പറഞ്ഞു, നമ്മുടെ ചുമർ എത്ര വൃത്തികേടായി, ഇതെല്ലാം നിന്റെ ദേഷ്യമല്ലേ? അപ്പോൾ ആണി പൊരിച്ചെടുക്കുമ്പോൾ അവൻ അനുഭവിച്ച വേദനയും സങ്കടങ്ങളൊക്കെ മറന്നുപോയി. ഇതുപോലെയാണ് നമ്മൾ ശിക്ഷിക്കുമ്പോൾ തൽക്കാലം ഉണ്ടാകുന്ന വേദനകൾ ഇല്ലാതാകും. പക്ഷേ അത് സൃഷ്ടിക്കുന്ന പാടുകൾ ഉണ്ടാകും, മനസ്സിനേൽപ്പിക്കുന്ന പാടുകൾ. അത് ജീവിതകാലം മുഴുവൻ ആ പാടുകൾ നീണ്ടു നിൽക്കും. ഇത്തരം പാടുകളിൽ നിന്നായിരിക്കും പിൽക്കാലത്ത് പലതരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളും രൂപപ്പെടുക. അതുകൊണ്ട് ശിക്ഷ എന്നുള്ളത് വളരെ അപകടകരമായ ഒരു തിരുത്തൽ പ്രക്രിയയാണ്. അതൊരു തിരുത്തൽ പ്രക്രിയ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒന്നാണ്. ശിക്ഷയ്ക്ക് പകരം നമുക്ക് നല്ല ശിക്ഷണമാവാം.